വിശദമായ വാർത്തകൾ നോക്കാം. നെയ്യാറ്റിൻകരയിലെ ഗോപന്റെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മരണകാരണം രാസപരിശോധനാ റിപ്പോർട്ടിന് ശേഷം മാത്രമേ പറയാനാകൂവെന്ന് ഡോക്ടർമാർ. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാളെ കുടുംബത്തിന് വിട്ടു നൽകും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ തന്നെ വലിയ വിവാദം ഒരു കേസായിരുന്നു നെയ്യാറ്റിൻകരയിലെ ഗോപന്റെ മരണവും അതിനെ തുടർന്നുള്ള കല്ലറയിൽ പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും എല്ലാം തന്നെ. ഇപ്പോൾ അവസാനം ഇന്ന് രാവിലെയോടുകൂടി കല്ലറ പൊളിച്ച് ഗോപന്റെ മൃതദേഹം പുറത്തെടുത്തിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. പ്രാഥമികമായി പുറത്തുവരുന്ന വിവരങ്ങൾ, പോസ്റ്റ്മോർട്ടത്തിൽ നിന്നടക്കം പുറത്തുവരുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? അതുല്യ, നെയ്യാറ്റിൻകര ഗോപന്റെ സംസ്കാരം നാളെ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. മൃതദേഹം ഇന്ന് സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചതിന് ശേഷമായിരിക്കും കുടുംബാംഗങ്ങൾക്ക് നാളെ വിട്ടു നൽകുക. ഏതായാലും നെയ്യാറ്റിൻകരയിലെ ഗോപന്റെ സ്വാഭാവിക മരണമാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് പ്രാഥമിക നിഗമനം. മരണശേഷം കല്ലറയിൽ ഇരുത്തി മൂടിയതാകാം എന്നുള്ളൊരു വിലയിരുത്തലാണ് ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ ആദ്യഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഏതായാലും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അവയവങ്ങൾ അയക്കും. അതിനുശേഷം മാത്രം അതിന്റെ ഫലം കൂടി വന്നാൽ മാത്രമാണ് പൂർണ്ണമായി ഇതൊരു കാര്യം പറയാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇത് സ്വാഭാവിക മരണമാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനായി അല്ലെങ്കിൽ ഒരു ഉറപ്പ് വരുത്തേണ്ട സാഹചര്യം ഇനി മാത്രമാണ്. അതായത് ഈ ഫലം വന്നാൽ മാത്രമാണ് ഉണ്ടാകുക. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. മൃതദേഹം സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചതിന് ശേഷം നാളെ കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകും. കുടുംബാംഗങ്ങൾ ഏറ്റുവാങ്ങിയതിനു ശേഷം സംസ്കാരം നടത്താനായിരിക്കും തീരുമാനം. ഇതുപോലെ തന്നെ ഇന്ന് രാവിലെയാണ് നിയമപരമായി കുടുംബാംഗങ്ങളെ കൂടി പറഞ്ഞു മനസ്സിലാക്കിയതിനു ശേഷം പോലീസും ജില്ലാ ഭരണകൂടവും ഈ മൃതദേഹം സ്ഥലത്തു നിന്നും കല്ലറയിൽ നിന്നും പുറത്തെടുത്തതിനു ശേഷം വളരെ വേഗത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. ഏതായാലും ഏറെ വിവാദം ഉയർന്ന ഒരു സമാധി വിഷയം തന്നെയായിരുന്നു. സമാധി ഇരുത്തിയത് മരണശേഷമാണ് എന്നുള്ള നിഗമനമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അതുല്യ, നിലവിൽ പ്രാഥമികമായി പോസ്റ്റ്മോർട്ടം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം എന്താണ് എന്ന് കൃത്യമായി പറയാനാകില്ല എങ്കിൽ പോലും ശരീരത്തിൽ മറ്റ് ക്ഷതങ്ങളോ ഏതെങ്കിലും തരത്തിലൊരു അസ്വാഭാവിക മരണം അല്ലെങ്കിൽ കൊലപാതകത്തിലേക്കുള്ള സാധ്യതകൾ നൽകുന്ന രീതിയിലുള്ള എന്തെങ്കിലും മുറിവുകളോ മറ്റോ ഈ ശരീരത്തിൽ കണ്ടെത്താനായിട്ടുണ്ടോ ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം? എന്ത് സൂചനകളിലേക്കാണ് ഇപ്പോൾ നിലവിൽ ഈ ഫോറൻസിക് വിദഗ്ധർ സാധ്യതകൾ ചൂണ്ടുന്നത്? അതുല്യ, ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇതൊരു സ്വാഭാവിക മരണം എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് വരാനുള്ള പ്രധാന കാരണങ്ങൾ അത് തന്നെയാണ്. അതായത് ശരീരത്തിൽ പ്രത്യേകം മുറിപ്പാടുകളോ അല്ലെങ്കിൽ ക്ഷതമേറ്റതിന്റെ പാടുകളോ ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചതാണെങ്കിൽ തന്നെ സ്വാഭാവികമായും ശരീരത്തിൽ അതിൻ്റെതായ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായേക്കും. എന്നാൽ പരിശോധനയിൽ അക്കാര്യങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ സുഗന്ധദ്രവ്യങ്ങൾ അടക്കം പൊതിഞ്ഞാണ് മൃതദേഹം അടക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ അതെല്ലാം ഉള്ളിൽ ചെന്നിട്ടുണ്ടായ അങ്ങനെയാണ് മരണമുണ്ടായെങ്കിലും അതിലൊരു ഉറപ്പ് ഈ ഒരു പരിശോധനയിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. ആദ്യഘട്ടത്തിലെ പരിശോധനയിൽ തന്നെ അത് വ്യക്തമാകുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ അത്തരത്തിലുള്ള അസ്വാഭാവികതയൊന്നും ഇവിടെ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് സ്വാഭാവിക മരണമാണ് എന്ന് പ്രാഥമിക നിഗമനത്തിൽ തന്നെ പോലീസിന് ഉറച്ചു നിൽക്കാൻ സാധിക്കും. അതോടൊപ്പം ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും ഇത് സ്വാഭാവിക മരണമെന്ന് തീർത്തും പറയാൻ സാധിക്കില്ല. അതിന്റെ കാരണം ശാസ്ത്രീയമായ ഒരു പരിശോധനാ ഫലം വന്നാൽ മാത്രമാണ് അറിയാൻ സാധിക്കുക. അതിന് കുറച്ച് ദിവസങ്ങൾ കൂടി എടുക്കും. ഏതായാലും മൃതദേഹം സംസ്കരിക്കാനുള്ള അവസരം നാളെ തന്നെ നൽകും. മൃതദേഹം വിട്ടു നൽകും കുടുംബത്തിന്. അതിനുശേഷം ശാസ്ത്രീയ പരിശോധനയുടെ ഫലം വന്നതിന് ശേഷമായിരിക്കും പോലീസ് ഈ കേസിന്റെ കേസുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുക്കുക. വിഷ്ണു, ഈ കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ നാടകീയമായ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. ഈ കല്ലറ പൊളിക്കാൻ സമ്മതിക്കില്ലെന്നതൊരു വിശ്വാസത്തിന്റെ വിഷയമാണെന്നുള്ള രീതിയിൽ വരെ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ കേരളം തന്നെ മാധ്യമങ്ങളടക്കം ഏറ്റെടുത്ത നാടകീയമായ സംഭവങ്ങളാണ് നടന്നത്. ഇന്ന് രാവിലെ ഈ ഒരു കല്ലറ പൊളിക്കുന്ന സമയത്തും അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു? പ്രത്യേകിച്ചും ഒരു സംഘർഷത്തിന്റെ സാധ്യതയിലേക്ക്, അതുപോലെ തന്നെ വീട്ടുകാർ പ്രതിരോധിക്കുന്ന ഒരു സാധ്യതകളിലേക്കൊക്കെ കാര്യങ്ങൾ പോയോ? ഏതായാലും ഇന്ന് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം തന്നെ കോടതി ഇടപെട്ടാൽ അത്തരത്തിലുള്ള സാഹചര്യം അംഗീകരിക്കപ്പെടുമെന്ന് തന്നെയായിരുന്നു ഈ പ്രതിഷേധക്കാരെല്ലാം മുന്നോട്ട് വെച്ച് ഒരു കാര്യം. അതുകൊണ്ട് തന്നെ കോടതിയുടെ തീരുമാനത്തിനെ അടിസ്ഥാനപ്പെടുത്തി ജില്ലാ ഭരണകൂടം നിയമപരമായിട്ട് ഇന്ന് തന്നെ ഈ
കല്ലറ പൊളിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അറിയിച്ചിരുന്നു. അതുകൊണ്ട് ആ നടപടിയിലേക്ക് ആരും തടസ്സപ്പെടുത്താനായി എത്തിയിരുന്നില്ല. ഈ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുടുംബം പോലും പ്രതിഷേധിക്കാതെയായിരുന്നു വരുന്നത്. കുടുംബത്തിനോട് ഇന്നലെ രാത്രി തന്നെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി മൃതദേഹം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നു എന്ന് ജില്ലാ സബ് കളക്ടർ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ നടപടികൾ ആരംഭിച്ചത്. വളരെ വേഗത്തിൽ തന്നെ ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നു. അതിന് പിന്നാലെ തന്നെ ഈ മരിച്ച ഗോപന്റെ ഈ മൂത്ത മകൻ സനന്ദൻ തന്നെ പറഞ്ഞിരുന്നു മൃതദേഹം വിട്ടു നൽകിയാൽ അത് സ്വീകരിക്കുമെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ആ പോലീസ് വാഹനത്തിൽ കയറി ആശുപത്രിയിലേക്ക് പോവുകയുണ്ടായിരുന്നു. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള സാങ്കേതികമായ ഒരു തടസ്സമോ അല്ലെങ്കിൽ പ്രതിഷേധമോ ഒന്നും ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്ന നാട്ടുകാർ തടിച്ചുകൂടിയ കാര്യങ്ങൾ മാത്രമാണ്. അതിന് പോലീസിനെ കൃത്യമായി നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിച്ചത്. ശരി വിഷ്ണു, തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി ഗോപന്റെ കല്ലറ പൊളിച്ച ഇന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നു. മരണത്തിൽ അസ്വാഭാവികതകളൊന്നും ഇല്ല എന്നാണ് നിലവിലെ പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. മൃതദേഹത്തിൽ അത്തരത്തിൽ സംശയാസ്പദമായ രീതിയിൽ ഉള്ള യാതൊന്നും തന്നെ ക്ഷതങ്ങളോ ചതവുകളോ മറ്റൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മരണകാരണം എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ എന്തെങ്കിലും അസ്വാഭാവികതകൾ ഉണ്ടോ എന്നുള്ളതും രാസപരിശോധനാ റിപ്പോർട്ടിന് ശേഷം മാത്രമേ പറയാനാകൂ. രാസപരിശോധനാ റിപ്പോർട്ട് ലഭിക്കണമെങ്കിൽ ദിവസങ്ങൾ എടുക്കും. എന്തായാലും മൃതദേഹം നാളെ കുടുംബത്തിന് വിട്ടു നൽകും. അതിനുശേഷമായിരിക്കും സംസ്കാരം. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ.